ഹലോ നമസ്കാരം, ഞാൻ അഞ്ജലി. മറ്റൊരു സാരി ഡ്രേപ്പിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണ നമ്മളൊരു സാരി ഡ്രേപ്പിംഗ് വീഡിയോ ഇട്ടപ്പോൾ നല്ല റെസ്പോൺസ് ആയിരുന്നു. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യണം എന്ന കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രകാരമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഈ സാരി സവ്യ ഡിസൈൻസ് എന്ന ഇൻസ്റ്റഗ്രാം പേജ് എനിക്ക് അയച്ചു തന്ന സാരിയാണ്. ഒരുപാട് നാളായി അത്രയും പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്തതിന് സവ്യയ്ക്ക് ആദ്യമേ ഒരു താങ്ക് യു പറയുകയാണ്. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഒരുപാട് നല്ല നല്ല സാരി അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ നിങ്ങൾക്ക് കാണാം. ഡു വിസിറ്റ്, ഓർഡർ ചെയ്യൂ. അപ്പോൾ ഇന്ന് നമ്മളെ സാരി ഉടുക്കാൻ സഹായിക്കുന്നത് ആരാണ്? നമ്മുടെ സാരി ഡ്രേപ്പിസ്റ്റ്. വരൂ, കൊന്നി വരൂ. ജിമ്മിൽ പോയി പണി കിട്ടണ കാലിന് ഇങ്ങനെ 8-10 എന്ന് പറഞ്ഞ് നടന്നാണ് വരുന്നത്. ചേട്ടത്തി അതേ ഒരു ലുക്കും അല്ലേ? അപ്പൊ ശരി, ഇത് ഉടുത്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഉടുക്കുന്നതെന്ന് കാണാം. പോകാം വീഡിയോയിലേക്ക്. ആദ്യമായിട്ട് നമ്മൾ ടക്കിൻ ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ ഇതുപോലൊരു കെട്ട് കൊടുക്കണം. ഒരു നോട്ട് ഇട്ടിട്ട് വേണം സാരി ഡ്രേപ്പ് ചെയ്ത് തുടങ്ങേണ്ടത്. വലതുവശത്തു നിന്നാണ് ഡ്രേപ്പ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് സാരി ഉടുപ്പിച്ച് തുടങ്ങാം. വലതുവശത്ത് ടക്കിൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സാരി സ്ട്രെയിറ്റ് ലെവലിൽ തന്നെ കീപ്പ് ചെയ്യാൻ നോക്കുക. വലിച്ചിങ്ങനെ പിടിച്ചിട്ട് ടക്കിൻ ചെയ്യാൻ നോക്കരുത്. സാരിയുടെ പൊസിഷൻ എവിടെയാണോ അവിടെ വച്ച് തന്നെ ടക്കിൻ ചെയ്യുക. എന്നാൽ മാത്രമേ ആ സാരിക്ക് ഒരു പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. ചില സ്റ്റഫുകൾ ഇങ്ങനെ വലിയുന്ന ടൈപ്പായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിച്ച് ടക്കിൻ ചെയ്യാൻ ശ്രമിക്കണേ. ഇനി രണ്ടാമത്തെ ചുറ്റിലാണ് നമ്മുടെ മുന്താണിയുടെ പോർഷൻ എടുക്കേണ്ടത്. പ്ലീറ്റ് എടുക്കുന്ന സമയത്ത് പണ്ടൊക്കെ ആണെങ്കിൽ ഇത്രയും വലിയ ബോർഡറിലേക്ക് എടുക്കാറുണ്ട്. ഇപ്പോൾ അതല്ല, ഇപ്പോൾ കുറച്ചുകൂടെ ചെറുതായിട്ട് എടുക്കുന്നതായിരിക്കും വണ്ണം ഉള്ളവർക്കും വണ്ണം കുറഞ്ഞവർക്കും ഭംഗി. പ്ലീറ്റ് ചെറുതായിട്ട് എടുക്കുന്ന മോഡലാണ്. പ്ലീറ്റ് എടുത്ത ശേഷം ഇവിടെ ഒരു പിൻ കൊടുക്കാം. ബാക്കി പ്ലീറ്റ് അതേ രീതിയിൽ അറേഞ്ച് ചെയ്തെടുക്കേണ്ടത്. ഇത് നമ്മുടെ ഷോൾഡറിൽ ഇങ്ങനെ ഇട്ടിട്ട് തന്നെ നമുക്ക് പ്ലീറ്റ് എടുത്ത് ക്ലിയർ ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത് വച്ചതിന് ശേഷം നമുക്ക് അയൺ ചെയ്തിട്ടും പ്ലീറ്റ് പിടിച്ചിടാവുന്നതാണ്. അതുപോലെ നമ്മുടെ മുന്താണിയുടെ ഇറക്കം എപ്പോഴും നീക്ക് താഴെയായിട്ടും കാഫിൻ്റെ നീയുടെയും ഇടയിൽ, അതായത് ഇച്ചിരി കൂടെ ഇറങ്ങണം. നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ട് പൊക്കം കുറഞ്ഞവരും പൊക്കം കൂടിയവരും മുന്താണി ഈ രീതിയിൽ ഇത്രയും ഇറക്കത്തിൽ പ്ലേസ് ചെയ്യാൻ നോക്കണം. പൊക്കം കുറഞ്ഞവർ കുറച്ചുകൂടെ കയറിയാലും കുഴപ്പമില്ല. പക്ഷേ പൊക്കം കൂടിയവരും മാക്സിമം മുന്താണിയുടെ ഇറക്കം മുട്ടിന് തൊട്ട് താഴെയായിട്ട് മുന്താണി പ്ലേസ് ചെയ്യാൻ നോക്കണം. പിൻ ചെയ്യുന്ന സമയത്ത് ഒരു ഇത്രയെങ്കിലും ഡിസ്റ്റൻസ് ബ്ലൗസിൻ്റെ അവിടെ നിന്ന് ഇട്ടിട്ട് മാറ്റിയിട്ട് വേണം പിൻ ചെയ്യാൻ. അത് ഈ ഭാഗം ഡ്രേപ്പ് ചെയ്തിരിക്കുന്നത് മറഞ്ഞിരിക്കാനും ഈ ബോർഡർ കഴുത്തിലേക്ക് കയറാതിരിക്കാനും വേണ്ടിയിട്ടാണ് കുറച്ച് മാറ്റി പിൻ ചെയ്യാൻ പറയുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് തോന്നുകയും ചെയ്യും. കുറച്ച് ഏജ് കുറച്ചുകൂടെ കുറഞ്ഞ പോലെ ഫീൽ ചെയ്യുകയും ചെയ്യും. ഈ ഫസ്റ്റ് പ്ലീറ്റ് ഒന്ന് മാറ്റിയിട്ട് ഈ പൊസിഷനിൽ പിൻ കൊടുക്കാം. ഇനി നമുക്ക് ഈ മുന്താണി ഫ്രണ്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിനനുസരിച്ചിട്ട് മുന്താണി ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെയൊന്നും പിൻ ചെയ്യരുത്. മുന്താണി ഏത് പൊസിഷനിലാണ് കിടക്കുന്നത് ആ പൊസിഷനിൽ വെച്ചിട്ട് തന്നെ പിൻ ചെയ്യാൻ നോക്കുക. ഇപ്പം മുന്താണിയുടെ പൊസിഷൻ ഇതാണ് ബാക്കിൽ. ചിലപ്പോൾ നമ്മുടെ ബ്ലൗസ് ചിലപ്പോൾ ഈ ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത്രയൊക്കെ കയറി വരുന്ന ബ്ലൗസ് ആണെങ്കിൽ ഇതിങ്ങനെ പിടിച്ചു വെച്ചിട്ട് പിൻ ചെയ്യാൻ നോക്കരുത്. അതൊരു കാണാനൊരു ബോറായിരിക്കും. മാക്സിമം മുന്താണി സ്ട്രെയിറ്റ് ആയിട്ട് നിർത്തിയിട്ട് തന്നെ പിൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ പ്ലീറ്റ് ഫസ്റ്റ് പ്ലീറ്റ് മാറ്റിയിട്ട് നമുക്ക് അകത്തായിട്ട് പിൻ കൊടുക്കാം. ഇനി നമുക്ക് അപ്പർ പ്ലീറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ പ്ലീറ്റാണ് നമ്മൾ ചുറ്റിയിട്ട് ഫ്രണ്ടിലേക്ക് വരുന്നത്. ഇത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന ശേഷം അതുപോലെ ഈ ബോർഡർ ഈ പൊസിഷനിൽ തന്നെ നിർത്താൻ നോക്കുക. ഇതിങ്ങനെ കയറ്റിയിട്ടൊന്നും ഡ്രേപ്പ് ചെയ്യാൻ ശ്രമിക്കരുത്. അത് കുറച്ച് ഏജായിട്ട് തോന്നിക്കും. ഏജ് കുറഞ്ഞവർക്കും കുറച്ചുകൂടെ ഏജ് ഉള്ള പോലെ തോന്നിക്കും. അപ്പം മാക്സിമം ഇത് ഈ ഒരു പൊസിഷനിൽ തന്നെ ഈ ഒരു ബോർഡർ പ്ലേസ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഇത് ഞാൻ കഴിഞ്ഞ ഇതേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കേർട്ട് പുറകിൽ നിന്ന് വലിച്ചിട്ട് ഫ്രണ്ടിലേക്ക് പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നല്ല ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. ഇപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ സൈഡ് പ്ലീറ്റ് ഈ ഞൊറിവ് എടുക്കണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് എടുക്കാൻ പറ്റാത്തവർ ആദ്യം നമ്മൾ ഈ ഫസ്റ്റ് ബോർഡർ പ്ലേസ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ വലിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഞൊറിവുകൾ കിട്ടും. അത് നമ്മൾ കൈകൊണ്ട് എടുത്തതിന് ശേഷം ഈ ഇവിടുത്തെ ഒരു 3 പ്ലീറ്റ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ പിടിക്കുമ്പോൾ കിട്ടും. അത് കൈ കൊണ്ട് അറേഞ്ച് ചെയ്തിട്ട് ഈ പിൻ ചെയ്തില്ലേ അതേ ഭാഗത്ത് തന്നെ വീണ്ടും നമ്മൾ ആ പ്ലീറ്റ് എടുത്ത് വെച്ച് പിൻ ചെയ്യും. ലോവർ പ്ലീറ്റ് എടുക്കാം. ലോവർ പ്ലീറ്റ് ഇത്രയും ഒരു ഡിസ്റ്റൻസ് കൊടുത്ത ശേഷം നമുക്ക് ലോവർ പ്ലീറ്റും ചെറുതാക്കിയും വലുതാക്കി എടുക്കാം. ചെറുതാക്കി എടുക്കുമ്പോൾ കുറച്ചുകൂടെ
ലോവർ പ്ലീറ്റ് കുറച്ചുകൂടെ കാണാൻ ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസിലാണ് എടുക്കുന്നത്. അതായത് മുകളിലെടുത്ത മുന്താണിക്കെടുത്ത അതേ രീതിയിൽ തന്നെ എടുക്കുന്നത്. പിന്നെ ഈ ലാസ്റ്റ് പ്ലീറ്റ് ഒന്ന് വലുതാക്കി എടുത്തേക്കുക. അതായത് അവസാനത്തെ 2 പ്ലീറ്റ് ഒരുമിച്ച് എടുക്കുക. അത് കുറച്ച് വലുതായിട്ട് എടുത്തല്ലേ? അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് എക്സസ് ആയിട്ട് തുണി കിടക്കും. അപ്പോൾ ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം അത് കറക്റ്റായിട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ 2 പ്ലീറ്റ് ഒരുമിച്ച് എടുത്തു. ഇതിപ്പോൾ കണ്ടോ ഇങ്ങനെ കിടക്കും. ഈ ഒരു പ്ലീറ്റിന് അങ്ങ് വിട്ടതിന് ശേഷം ഇതിനെ ഒറ്റ പ്ലീറ്റായിട്ട് അങ്ങ് എടുക്കുക. അപ്പോൾ നമുക്ക് ഈ പോർഷൻ കറക്റ്റായിട്ട് അങ്ങ് അറ്റുവരെ ഉണ്ടാവും. ലോവർ പ്ലീറ്റ് അറേഞ്ച് ചെയ്യുമ്പോൾ ഇതുപോലൊരു വിഷറിയായിട്ട്, അതായത് ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം പിൻ ചെയ്യേണ്ടത്. ഇതിനകത്ത് ഒരു പിൻ കൊടുക്കുക. ഒരുമിച്ച് പ്ലീറ്റ് എല്ലാം കൂടെ ഒരുമിച്ച് അകത്ത് പിൻ ചെയ്ത ശേഷം നമുക്ക് ടക്കിൻ ചെയ്യാം. ഈ രീതിയിൽ തന്നെ പ്ലീറ്റ് അറേഞ്ച് ചെയ്ത് പോകാൻ നോക്കുക. എന്നിട്ട് നമ്മുടെ ബെല്ലി ബട്ടൻ്റെ നേർക്കായിട്ട് ടക്കിൻ ചെയ്യാം. പിന്നെ ഇവിടെ നമ്മൾ പിടിച്ച് സാധാരണ പുറകിലൊക്കെ കൊണ്ടുവച്ചിട്ടൊക്കെയാണ് പിൻ ചെയ്യുന്നത്. പക്ഷേ എനിക്കിവിടെ പുറകിൽ വെക്കേണ്ടി വന്നില്ല, കണ്ടോ? ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ഓർത്തിരിക്കണം. ഈ ലാസ്റ്റ് പ്ലീറ്റ് ഒന്ന് വൈഡാക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ ഭാഗം നല്ല ഒതുങ്ങിയിരിക്കും. കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം ഓരോ പ്ലീറ്റും അറേഞ്ച് ചെയ്യേണ്ടത്. ബോർഡർ എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്യുക. അയൺ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. സാധാരണ പെട്ടെന്ന് പ്ലീറ്റ് എടുത്ത് പോകാൻ നോക്കുന്നവർ ഇതുപോലെ പ്ലീറ്റ് ഒന്ന് ഒതുക്കി എടുത്ത ശേഷം അവസാനം കൊണ്ടുവന്ന് ഒന്ന് ട്വിസ്റ്റ് ചെയ്യണം. സവിയ ഡിസൈൻസ് എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരിയാണ്. സാരി ഡ്രേപ്പിംഗ് ക്ലാസിന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. ഫംഗ്ഷൻ ഒരുങ്ങണോ, സാരി ഡ്രേപ്പിംഗ് എവിടെയിരുന്നും പഠിക്കണോ, താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടൂ. മറ്റൊരു സാരി പരിചയപ്പെടുത്തി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.